ഞാൻ ചോദിക്കുന്ന റൊണാൾഡോ ടീമിന് വേണ്ടി ഒന്നും ചെയ്തില്ല. പോർച്ചുഗൽ ടീമിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഈ വേൾഡ് കപ്പിൽ ഒന്നും ചെയ്തില്ല. അതാണ് നിങ്ങൾ പറയുന്നത്. ഏതായി ഞങ്ങൾ ഞങ്ങൾ ബ്രസീൽ ആരാധകരാണ്. ഈ പ്രാവശ്യത്തെ കോച്ചാണ് ഒന്ന് സെറ്റായി വരണം. അതിൻ്റെതായ സമയമുണ്ട്. എടാ ഞങ്ങൾ എങ്ങനെ എനിക്ക് മനസ്സിലായി. എനക്കറിയില്ല ടീം ഏതാണെന്ന്. 5 കപ്പ് ഉണ്ട്. 5 കപ്പ് ഉണ്ട്. അത് കളിച്ച് കഴിഞ്ഞല്ലേ അല്ലാണ്ട് വെറുതെ 2002 ഈ 5 കപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞു. ഓക്കെ ഈ 5 കപ്പ് എല്ലാരും പറഞ്ഞു 5 കപ്പ് കണ്ടിട്ട് കൂടെ ഒക്കെ പറയണ്ട. ഓക്കെ ഈ 5 കപ്പ് പിന്നെ മുട്ടാച്ചേരൊന്നും വാങ്ങിയൊന്നല്ലോ, കളിച്ചുണ്ടാക്കിയല്ലേ. ബഹുമാനിക്കേണ്ട കാര്യം പറയുന്നതല്ല. സ്പെയിൻ ആണെങ്കിലും പോർച്ചുഗൽ ആണെങ്കിലും അർജന്റീന ആണെങ്കിലും ബ്രസീലിനെതിരെ മത്സരിച്ച എല്ലാത്തിലും ബ്രസീലാണ് കൂടുതൽ വിജയിച്ചത്. എല്ലാന്ന് പറയാൻ പറ്റുമോ? ഈ 3 ടീമിനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ബ്രസീലാണ് ഏറ്റവും കൂടുതൽ ജയിച്ചത്. ഏറ്റവും കൂടുതൽ ബ്രസീലിൽ ഓടിച്ച നെയ്മറാണ്. നെയ്മറിന്റെ ഇഞ്ചറിക്ക് പറ്റി പുറത്തിരിക്കുകയാണ്. അതിൻ്റെതായ വിഷമം ഞങ്ങൾക്കുണ്ട്. എന്തായാലും തോറ്റുപോയി അംഗീകരിക്കും. തീർച്ചയായിട്ടും തിരിച്ചു വരും റൊണാൾഡോയുടെ മകനിലൂടെ. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ റൊണാൾഡോ ടീമിനെ കോച്ചായി നിയന്ത്രിച്ച് അദ്ദേഹം ഒരു കപ്പ് ജയിക്കണമെന്നുണ്ടെങ്കിൽ പോർച്ചുഗലിന്റെ പ്രാക്കും എല്ലാവരുടെ പ്രാക്കും കിട്ടിയിട്ട് അങ്ങനെ ജയിക്കുക. അല്ല ഉള്ള പറയുന്നത് ഇപ്പൊ എന്താ, എല്ലാരും പ്രാർത്ഥന ഇതൊക്കെ കൂടി ആയിട്ടായിരിക്കും ചിലപ്പം സ്പെയിൻ ജയിക്കുക. എന്നാലും അർജന്റീന സപ്പോർട്ട് ചെയ്യല്ല. കാരണം നമുക്ക് വേറെ ടീമില്ല. ഫൈനൽ അതുകൊണ്ട് ഓരോ കൂടെ നിൽക്കണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിലപാടില്ലാത്ത ടീമല്ല നമ്മള്. അതെ അതെ അതെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന കപ്പടിച്ചില്ലേ? ഈ പ്രാവശ്യം അർജന്റീനക്ക് കപ്പടിച്ചാൽ സ്പെയിനെ പൊടിച്ചിട്ട് കപ്പടിച്ചാലുള്ള ഒരു യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ? സ്ട്രൈക്കർ ഫുൾ ടീമാണ് നമ്മൾ കളിക്കുന്നത്. അല്ലാതെ അർജന്റീന പോലെ ഒരു പ്ലെയർ അല്ലെങ്കിൽ 2 പ്ലെയർ അല്ല കളിക്കുന്നത്. ഒരു പ്രോപ്പർ സ്ട്രൈക്ക് ഇല്ലാത്ത ടീമാണ്. ആസ് എ സിറ്റി ഫാൻ ഞങ്ങൾക്ക് ലോങ് പാസ് അല്ലെങ്കിൽ സ്ട്രൈക്കർ വെച്ച് കളിക്കേണ്ട ആവശ്യം. ഞങ്ങൾ ഫുൾ ടീമാണ് കളിക്കുന്നത്. പക്ഷെ സ്പെയിൻ പൊസിഷൻ ഗെയിം ആണോ കളിച്ചത്? ഒറ്റ കളിക്കുന്നത് ഫ്രാൻസ് ഉണ്ട് പോലും അറിയാത്ത രീതിയിലാണ് ഞങ്ങള് അമ്മ പൊസിഷനും അമ്മ പാസിംഗും ഞങ്ങൾ കളിച്ചത്. നിങ്ങളുടെ ശൈലി എങ്ങനെയാ? നിങ്ങളെ ശൈലി എങ്ങനെയാ? ഈ സ്പെയിൻ പോലത്തെ എതിരാളി ആരാ അർജന്റീനക്ക് വന്നത്? ഇംഗ്ലണ്ട് സ്പെയിനോ ഒരു ബന്ധമില്ല കേട്ടോ. സ്പെയിൻ വേറെ ഇംഗ്ലണ്ടിന്റെ ശൈലി. അങ്ങനെയാണെങ്കിൽ അർജന്റീന മാത്രം സ്പെയിൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതേമാതിരി അർജന്റീന ശൈലി കളിച്ചാണ് ഫ്രാൻസ് ഒക്കെ. അങ്ങനെ അർജന്റീന ഫാൻസ് എങ്ങനെ കമ്പയർ ചെയ്യാം? ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ത്രൂ ബോൾ ഇട്ട് പോയി ഓടിക്കുന്ന ടീമാണ്. സ്പീഡി പ്ലെയർ അടിപൊളി കളികളാണ്. അത് ഓരോ ടീമിന്റെ മെന്റാലിറ്റി മാറും. ഓരോ സ്റ്റേജിലെത്തുമ്പോൾ ഓരോ ടീം വരുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിലാണ് 2 ടീം ഫ്രാൻസും അർജന്റീനയും കളിച്ചത്. ഒരേ കളി ലാസ്റ്റ് ടൈം വരെ അടിപൊളിയായിട്ട് രണ്ടും ഒരു എന്താ പറയാ ആര് ജയിക്കുന്നു പോലും പറയാം. അതേമാതിരി തന്നെ സ്പെയിൻ അർജന്റീന നോക്കിയോ? ഹാഫ് ടൈമിന് മുന്നത്തെ 2 മഞ്ഞക്കാട് കിട്ടി. ഇംഗ്ലണ്ടും റഫറി വിളിച്ചില്ലല്ലോ. ഞങ്ങളതും വിളിച്ചില്ല. നിങ്ങൾ കളിയണ്ടില്ലേ? നിങ്ങൾ ഉറങ്ങിയെന്നില്ല ടിക്കറ്റ്. എനിക്ക് മനസ്സിലായി. റഫറി ന്യായമായിട്ടാ കളിച്ചത്. 2 മനസ്സിലായി. പക്ഷെ എന്താന്ന് വെച്ചാല് അർജന്റീന ആണ് സ്റ്റാർട്ടിങ് യെല്ലോ കാർഡ് ഒക്കെ വാങ്ങിയത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഫോളോ ചെയ്യാലോ കൂടെ വരുമല്ലോ. അല്ല അതന്നെ സ്റ്റാർട്ടിങ് ഒരു അഗ്രസീവ് ആയിട്ടാണ് കളിച്ചത്. എന്താ വെച്ചാൽ ഗൗഡിക്ക് നമ്മൾ ഫോളോ കാർഡ് കൺസിഡർ ചെയ്യുക സ്വാഭാവികമാണ്. ഇവരപ്പോ കളി തുടങ്ങണം, അധികം പാസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയിലപ്പത്തെ കളി തന്നെ. ഈ രീതിയിൽ നിങ്ങൾ ഇപ്പൊ 2 ആളും ജയിക്കുകയാണെങ്കിൽ ഇപ്പോഴും പറയണ അർജന്റീന ജയിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, സ്പെയിൻ ആയി കളിച്ച ഇവരൊപ്പം കളിച്ച കളി മാത്രമേ ഇങ്ങനെ കളിച്ചിട്ടുള്ളൂ. അതിന് മുമ്പ് സ്പെയിൻ എന്താ കളിച്ചേ? അതാണ് നിങ്ങൾ പേടിക്കേണ്ടത്. നിങ്ങളുടെ ഫോക്കസ് കാരണം ഞങ്ങളെ സ്റ്റാറായി നിൽക്കുന്നത്. നിങ്ങൾ എന്തിനു ഫോക്കസ് ചെയ്യണോ? നിങ്ങൾ എന്തിനു ഫോക്കസ് ചെയ്യണമെന്ന് പറ. ഒറ്റ കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ടേ? നിങ്ങളൊരു കാരണം പറ. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുന്നില്ല. കാരണം എല്ലാവരും അർജന്റീന എതിരാ. കാരണം മെസ്സി എന്നൊരാളുണ്ടോ അവിടെ? നിങ്ങൾ കേറി പോകുന്നതിന് ആരും അറിഞ്ഞില്ലടാ മച്ചാ. എല്ലാരും ഞങ്ങളെ നോക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആര് നോക്കാനേ? നിങ്ങളെ ടോപ്പാക്കണേ. എല്ലാം ഇവിടെ ആരും നിങ്ങളായിട്ട് നടക്കില്ല. 2029 മറ്റേ ഏറ്റവും വേൾഡ് ഐ മീൻ സൂപ്പർ ബാലൻഡിയർ അവനെ കിട്ടാൻ പോകുന്നു മെസ്സിക്ക്. എല്ലാവർക്കും പറയാൻ പറ്റുമോ? അത് കിട്ടും. അത് പിന്നെ വേറെ ഇല്ല അവിടെ.
അല്ല പ്രവചിക്കേണ്ട കിട്ടിക്കോട്ടെ. ആ വേറെ ആരും ഇല്ല. 26 കഴിയട്ടെ. സുനാമി സുനാമി അർജന്റീന വരില്ല. ബെറ്റ് വെച്ചു അർജന്റീന വരില്ല. പിന്നെ ഇവൻ പറഞ്ഞ പോർച്ചുഗലിനെ അയക്കാൻ റൊണാൾഡോ ഞങ്ങൾ അയക്കാൻ മെസ്സിയാ. അത് സെൽഫിഷ്. ഒരു കാര്യം പറ, മെസ്സി സെൽഫിഷ് ഇൻസിഡന്റ് പറ. നീ ഇൻസിഡന്റ് പറയണ മെസ്സി പെനാൽറ്റി പുറത്തേക്ക് അടിക്കണം. അല്ല, രണ്ടോട്ടും പെനാൽറ്റി ഒരു ടീമിന് കോച്ച് ആദ്യം തീരുമാനിക്കും ഇന്ന പ്ലെയറാണ് പെനാൽറ്റി അടിക്കേണ്ടത്. ആ ഒരു കോൺഫിഡൻസ് പോലും നിങ്ങൾക്ക് ആർക്കും ഇല്ല. പൊട്ടന്മാരെ, നിങ്ങൾ സിനിമ വെള്ളപ്പാടല്ലേ? ഇത്രയും കാലം നമ്മളിപ്പോ കണ്ടതല്ലേ, ഇത്രയും തുടങ്ങിയ മുതൽ നമ്മൾ കാണണല്ലേ കളി. എന്താ നിങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള ബ്രാൻഡിന്റെ യൂട്യൂബ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതാരാ? ബെസ്റ്റ് പ്ലെയർ. അയാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പോർച്ചുഗലിന് അവിടെ എത്തിക്കാനില്ല. അത് 41 വയസ്സിലാണ് കമ്മിറ്റ്മെന്റോടാണ് അയാൾ ഇപ്പോൾ കളിക്കുന്നത്. ടീമിന് നഷ്ടമല്ല, ഒരിക്കലും ഇല്ല. നിങ്ങളിപ്പോ മെസ്സി ഇല്ലാണ്ട് നിങ്ങൾ കളിക്കാൻ കഴിയോ? ഒരിക്കലും ഏത് അത് ജോർദാനെ. നിങ്ങളിപ്പോ ഇംഗ്ലണ്ടിനൊപ്പം മെസ്സിയാണെന്ന് കളിക്കുന്നത്. മെസ്സി ഉണ്ട്, അതാ പറഞ്ഞ റൊണാൾഡോ അതേപോലെ കമ്പയർ ചെയ്യാൻ പറ്റും മെസ്സിനെ. പക്ഷെ കളിക്കാരെ കഴിവ് പറയുന്നത് വേൾഡ് കപ്പ് വെച്ചിട്ടല്ല. അതൊരു നല്ല ശീലമായിട്ട് 2021 വരെ മുമ്പ് മെസ്സി വിളിച്ച് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ റൊണാൾഡോ ഫാനാണ്, മെസ്സി ഫാൻ. റൊണാൾഡോ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പോർച്ചുഗലിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത റൊണാൾഡോ ആണ്. ഇതിന് മുന്നേ ബിഫോർ റൊണാൾഡോ പോർച്ചുഗൽ വാസ് 0 ട്രോഫീസ്. നിങ്ങൾ മറഡോണ മുതലുള്ള കാര്യം കൈയൊക്കെ വെച്ച് ഗോൾ അടിച്ചു. പക്ഷെ കൈ വെച്ചടിച്ചത് കഴിവല്ല, കൈ വെച്ചടിക്കണ കഴിവാണ്. അതൊരു ചതിയല്ലേ, അതൊരു ചതിയല്ല. അല്ല, കൈ വെച്ചടിക്കണതിൽ കൂടെ കഴിവ്. അർജന്റീന ഫാൻ എന്നുള്ള ലെവലില് പാശ പറ്റിപ്പോയി, അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷെ ആ എണ്ണങ്ങൾ പറയണ്ടല്ലോ. ഈജിപ്ത് കളി അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിൽ നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു ഇതുണ്ടോ? 3 ഗോൾ അടിച്ചതല്ല, അതിൽ ഓരോ ഡിസലോ ചെയ്ത ആ ഒരു ചെറിയ രാജ്യത്തിനെ പുറത്താക്കി നിങ്ങൾക്ക് ഒരു സങ്കടമോ കുറ്റബോധം ഉണ്ടോ? ഞാൻ വാറ് ചെക്ക് ചെയ്യാത്തതിനെ പറ്റി എന്താ ഇതില് സലാനൊരു ഫൗള് വെച്ചിരുന്നു ലാസ്റ്റ് ബോക്സ്. പക്ഷെ റഫറിന്റെ മുന്നേ ഫിഫ റൂൾ നിങ്ങൾ പൈസ കൊടുത്ത കഥ ഒരു റഫറിനെ 3 ഫോളോ വെക്കുമ്പോൾ വാദിച്ചു വരാം. അപ്പൊ റഫറിക്ക് ഒരു വിലയില്ല അവിടെ. ഒരു 200 യാർഡ് കഴിഞ്ഞിട്ട് റഫറീനെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ റഫറി വാറ് പോണെന്ന് വെച്ചാൽ റഫറി ചിലപ്പോ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അയാൾ വാറ് പോകും. ഞാൻ ചോദിക്കണപ്പോ എല്ലാരും ഇപ്പൊ പറയണത് അർജന്റീനയുടെ സൈഡ് ഇപ്പൊ ഈ പറഞ്ഞമാതിരി പറയുന്നുണ്ട്. ഇപ്പൊ റഫറി ഓരോ കൂടെ നിന്നെന്ന് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നുണ്ട്, അതായത് ഫാൻ ബേസിൽ അപ്പൊ എന്താണ് സ്പെയിനെതിരെ വരാത്തത്? സ്പെയിനെതിരെ ആരും അങ്ങനെ പറയണേ. സ്പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിച്ച് ജയിച്ചു എന്നുള്ള ടാർഗറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പോഴും മനസ്സിലാവുന്നത് ഇവിടെ എല്ലാവരും. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ അർജന്റീനയെ കുറ്റം പറഞ്ഞിട്ടോ, എന്തുകൊണ്ടാണ് ഒരു ടീമിനെതിരെ മാത്രമേ കുറ്റപ്പെടുത്തരുത്? അത് എന്റെ ഒരു അഭിപ്രായത്തിൽ ആരാധകരുടെ ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഇത് തോന്നിക്കൊണ്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് ആരാധകരുടെ പോട്ടെ, അതായത് ഇപ്പൊ സ്പെയിന് എത്തിയല്ലോ ഫൈനലിലേക്ക്, വേറെ എത്രയോ ടീമുണ്ട്. എന്തുകൊണ്ടാണ് അർജന്റീനക്കാരെ മാത്രം റഫറി വിവാദങ്ങള്, ഫിഫ സൺ അങ്ങനെയുള്ള എല്ലാ ആരോപണങ്ങളും ഇവർക്കെതിരെയാണ്? എന്തെങ്കിലും കുറച്ചെങ്കിലും ഇല്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. അതല്ല, കുറച്ചെങ്കിലും ഇല്ലാതെ നിങ്ങൾ 3 പേരുടെ അറിയോ? അസൂയ, കരച്ചില്,
പിന്നെ വേറെ ഒന്നും കൊണ്ടായിരുന്നല്ലോ. ആര് എന്ത് പറഞ്ഞാലും ഈ സാധനം ഇട്ട് കൊടുക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ മാത്രം എന്ന് നമ്മൾ ചോദിക്കുന്നത്? അത്രയും ട്രോള് വാങ്ങിയ ഒരു ടീമാ. എല്ലാവർക്കും പറയാൻ പറ്റുമോ? എന്തിനാ ട്രോള് വാങ്ങിയത്? ട്രോളുകൾ എല്ലാവരും ഞങ്ങൾ അത്ര വാങ്ങിയ ട്രോള് വേറെ ആരുമില്ല. പക്ഷെ കപ്പില്ലാത്ത പോർച്ചുഗൽ കപ്പ് തീരല്ലോ. ഷൂ എന്ന് പറയില്ലേ, അപ്പൊ അവിടെ കയ്യോ ഒരു കപ്പില്ലാണ്ട് മനുഷ്യന്റെ ഇതാണത്. ബ്രാൻഡാണ് CR7 എന്ന് പറഞ്ഞാല്. ടീമിന് ഉപകാരമില്ല. ആ മനുഷ്യൻ അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ആ മനുഷ്യനൊന്നും ചെയ്തില്ല. ഇപ്പോ ഏറ്റവും കൂടുതൽ ഈ വേൾഡ് കപ്പ് അപ്പിയറൻസ് ഇപ്പൊ ക്വാർട്ടർ സെമി അല്ല ക്വാർട്ടർ പ്രീ ക്വാർട്ടർ ഒക്കെ എത്തുന്നത് റൊണാൾഡോന്റെ നാളെ ഫൈനൽ സ്പെയിനായിട്ടാണ്. ഈ കൊല്ലം റൊണാൾഡോ ഒന്നും ചെയ്തിട്ടില്ല. ഉസ്ബെക്കിസ്ഥാനെതിരെ 2 ഗോളുകളാണ്. അപ്പൊ നിങ്ങൾ അൾജീരിയന്റെ രാത്രി കളിച്ചു ടോപ്പാക്കി നടക്കണ്ടല്ലോ. ഉസ്ബെക്കിസ്ഥാന് പാസ് കൊടുക്കാറുണ്ട് വേൾഡ് കപ്പിലെത്തി. ഇതേമാതിരി തന്നെയാണ് പൈസ ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു പിൻവലിക്കണം. എന്താ വെച്ചാൽ റൊണാൾഡോ ടീമിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാണ് ഈ പിൻവലിക്കണം. ഒന്നും ചെയ്തില്ല. റൊണാൾഡോന്റെ ഫാൻസോടെ പൊങ്കാലിടന്നെ. ഞാൻ ചോദിക്കുന്ന റൊണാൾഡോ ടീമിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഈ വേൾഡ് കപ്പിൽ ഒന്നും ചെയ്തില്ല. അതാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് അധികം ഈ കോച്ച് എഴുതിയ പേര് മെസ്സി നിങ്ങളെ മറ്റോ പുറത്തേടിച്ചിട്ടല്ലോ. അധികം ഇവരെ കോച്ച് എഴുതിയ മെസ്സി 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 നിങ്ങളെങ്ങനെ പുറത്തായ? ഞങ്ങൾ ഇതാണ് ഞങ്ങൾ ടീം തന്നെ അല്ലേ നിങ്ങൾക്ക്? ആണല്ലോ. പിന്നെ ഏത് ടീം എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചത്ര പിന്നെ ഏത് ടീം എന്നോട് ചോദിച്ചു. ഞാനിപ്പോ ചോദിച്ചില്ല ഏതാ ടീം. നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഏതാ ടീമുള്ള? ഏറ്റവും കൂടുതൽ കപ്പുള്ള ടീമാണ് ഇവരുടെ ടീം. 5 കപ്പ്. ഇങ്ങനെ അതോള്ള അടച്ചിരുന്നോ? നിങ്ങൾ കണ്ടില്ലല്ലോ. ഈ 5 കപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞു. ഓക്കെ ഈ 5 എല്ലാരും വേണം 5 കപ്പ് കണ്ടിട്ട് കൂടെ ഒക്കെ പറയണ്ട. ഓക്കെ ഈ 5 കപ്പ് മുട്ടാച്ചേരൊന്നും ആയ കാലം അങ്ങനെ ഒരു ഇതില്ല. ഫുട്ബോൾ വേൾഡ് കപ്പ് എന്നാ അതിന്റെ പേര്. അല്ലാണ്ട് ടൈം വേറെ അത് വേറെ. ഈ 4 ടീമിനോട് എല്ലാവരോടും പറയാം, ആരും ബഹുമാനിക്കേണ്ട കാര്യം പറയുന്നതല്ല. സ്പെയിൻ ആണെങ്കിലും പോർച്ചുഗൽ ആണെങ്കിലും അർജന്റീന ആണെങ്കിലും ബ്രസീലിനെതിരെ മത്സരിച്ച എല്ലാത്തിലും ബ്രസീലാണ് കൂടുതൽ വിജയിച്ചത്. എല്ലാന്ന് പറയാൻ പറ്റുമോ? ഈ 3 ടീമിനോട് ഞാൻ ചോദിക്കാം, ഈ ബ്രസീലാണ് ഏറ്റവും കൂടുതൽ ജയിച്ചത്. ഏറ്റവും കൂടുതൽ ബ്രസീലിൽ ഓളടിച്ച നെയ്മറാണ്. നെയ്മറിന്റെ ഇഞ്ചുറിയൊക്കെ പറ്റി പുറത്തിരിക്കുകയാണ്. അതിന്റേതായ വിഷമം ഞങ്ങൾക്കുണ്ട്. എന്തായാലും തോറ്റു തന്നെ അംഗീകരിക്കും. അടുത്ത വേൾഡ് കപ്പിൽ തിരിച്ചു വരും എന്നാണ് നിങ്ങൾ പ്രതീക്ഷ. ഞങ്ങളും തിരിച്ചു വരും റൊണാൾഡോയുടെ മകനിലൂടെ. അല്ലെങ്കിൽ റൊണാൾഡോ ടീമിനെ കോച്ചായി നിയന്ത്രിച്ച് അദ്ദേഹം ഒരു കപ്പ്. അതാണ് ഞങ്ങൾ കപ്പ്. ഈ പ്രാവശ്യത്തെ കപ്പ് സ്പെയിനുള്ളതാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും സ്പെയിനുള്ളതാണ്. അതൊന്നുമില്ല. ഈ പ്രാവശ്യത്തെ കപ്പ് സ്പെയിനുള്ളതാണ്. കപ്പ് ഏതായാലും ഞങ്ങൾക്ക് ഇന്നത്തെ വേൾഡ് കപ്പ് ഞാൻ ഒരു കാര്യം അതന്നെ ആയില്ല. 85 മിനിറ്റ് വരെ 80 മിനിറ്റ് വരെ അല്ല അങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ 80 മിനിറ്റ് വരെ നിങ്ങൾ ഓരോ മറ്റേ എന്താ പറയുക അടിയും പിടിയൊക്കെ കിട്ടി 80 മിനിറ്റിന് ശേഷം ഇങ്ങനത്തെ ഒരു കളി കളിക്കുന്നത് സത്യത്തിൽ അല്ല എന്താണ് അതിന്റെ അനക്കത്തെ തോന്നുന്നത് ചോദിക്കാം. ട്രൈ ചെയ്തില്ല. കാരണം പിക്ഫോർഡ് അമ്മ സേവ് ചെയ്യും. നിങ്ങൾ കണ്ടാണല്ലോ. കാരണം പിക്ഫോർഡ് ഭയങ്കര കളി കളിച്ചേ. കാരണം ഡിഫൻസ് പൊട്ടിച്ചുള്ള സത്യം. പിക്ഫോർഡിനെ പൊട്ടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട പരിപാടിയാണ്. പൊട്ടിച്ച എൻസോ. കാരണം എൻസോ ആ ഗോളിന് മുമ്പ് 2-3 ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. കാരണം ജസ്റ്റ് മിസ്സാണ്. കാരണം പോസ്റ്റ് അടുത്ത് കൂടിയേ പോയത്. അപ്പൊ എൻസോന്ന് അറിയാം. നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ നമുക്കറിയാലോ 2-3 ഷോട്ട് മിസ്സായ നമുക്ക് കാല് കണക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. സോ മെസ്സി കാരണം മെസ്സി എല്ലാവരും ഒരു സംഭവം ക്രോസ് കൊടുക്കുന്ന വെച്ചത്. കാരണം മെസ്സി ക്രോസ് കൊടുക്കാൻ കറക്റ്റ് എൻസോന് കൊടുത്തു. എൻസോ കറക്റ്റ് പൊസിഷനിലാണ് അടിച്ച് ഗോളായി. അവിടെയാണ് പിക്ഫോർഡിന്റെ ഇത് തകർന്നത് കോൺഫിഡൻസ്. കാരണം പിക്ഫോർഡ് തീരെ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ലോങ് റേഞ്ച് സാധനം കയറുന്നുള്ളത്. പിന്നെ മെസ്സിന്റെ റൈറ്റ് ഫുട്ടിലെ ഒരു അസിസ്റ്റ്. ഓഫ് ആരെങ്കിലും വിചാരിച്ചു മെസ്സി റൈറ്റ് ഫുട്ട് ഇങ്ങനെ? ആക്ച്വലി ഞാൻ ഭയങ്കര അടിപൊളി കളിയാണ് നിങ്ങൾ കളിച്ചത്. പക്ഷെ ഞാൻ വീണ്ടും കൊണ്ട് പറയാണ്, ഈ കളി വെച്ച് സ്പെയിൻ്റെ ഒപ്പം പോയിട്ട് കാര്യമില്ല. ഈ കളി കുറച്ചും കൂടി നല്ല ഇമ്പ്രൂവ് ചെയ്ത് കളിക്കാം. നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരും. നോക്കാം ഈ വേൾഡ് കപ്പ് ആരതാവും ആരെടുക്കുന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കാൻ എന്തിനാ? RCB 2 കപ്പ് അടിച്ച്, PSG 2 കപ്പ് അടിച്ച്, അർജന്റീന 2 കപ്പ് അടിക്കും. അത്രേ ഉള്ളൂ. അല്ലല്ല അടുപ്പിച്ച് ഞാൻ പറയാം. ഇപ്പത്തെ പാറ്റേൺ അങ്ങനെ പോകുന്നത്. അതിലൊന്നും വിശ്വസിക്കരുത് ബ്രോ. അതൊക്കെ
ഇതാണ് നിങ്ങളെ കാര്യത്തിൽ എല്ലാം fake ആ. അന്ധവിശ്വാസങ്ങളാണ് അന്ധവിശ്വാസം. അതെ അതെ പക്ഷെ അർജന്റീന അന്ധമായി ആരാധിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ അന്ധവിശ്വാസം മേ ബി പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും ഇപ്പൊ മറഡോണ, എന്റെ അച്ഛനൊക്കെ മറഡോണ ഫാനാണ്. അപ്പൊ പെട്ടെന്ന് ആലോചിക്കുമ്പോ ഞങ്ങളിൽ ഉള്ളത് പെലെയാണ്. അപ്പൊ ഇവരെ ഒരു ടീം നോക്കുമ്പോ ആരുമില്ല, റൊണാൾഡോ മാത്രം. റൊണാൾഡോ ഉണ്ടാക്കിയെടുത്ത ടീമാണത്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ നെക്സ്റ്റ് വേൾഡ് കപ്പിൽ പോർച്ചുഗലിന്റെ ഒരു ഫ്ലെക്സ് ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ അർജന്റീനയും ബ്രസീലും ഉണ്ടാവും. തമാശ പറയില്ല. ആരും ഉണ്ടായാലോ? ഇതാക്കും, ആരെ ഐഡലാക്കി എടാ നിർത്തും. ഞാൻ പറഞ്ഞേക്ക്, അവരൊരു ഐക്കൺ അവിടെ സ്ഥാപിച്ച് കഴിഞ്ഞു. സോ ഇനി ഫാൻസ് ഓട്ടോമാറ്റിക് അങ്ങോട്ട് വരും. പക്ഷെ ഒരാളെ പോലും നമുക്ക് ഈ പിന്നെ റൊണാൾഡോ ഫാൻസ് ആണെങ്കിലും നെയ്മർ ഫാൻസ് ആണെങ്കിലും എംബാപ്പെ ഏത് ഫാൻസ് ആണെങ്കിലും ഈ മെസ്സി ഒരു ഏറ്റവും നല്ല കളിക്കാരനാണെന്നത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അത് സത്യം. അതിലൊരു തർക്കമില്ല. മെസ്സി ഈസ് എ പിന്നെ എന്താ പറയാ ഗോട്ട് ഓക്കെയാണ്. പക്ഷെ ഈ അർജന്റീനക്കാര് ഒരിക്കലും റൊണാൾഡോയോ നെയ്മർ വേറൊരാളെ സമ്മതിക്കൂല. ഇപ്പൊ ആവശ്യം പറയുന്നുണ്ടോ എന്താ റൊണാൾഡോ എങ്ങനെ നെയ്മർ നിങ്ങൾ സമ്മതിക്കും ബാർസയിൽ ഒപ്പന കളിച്ചോണ്ട്. എന്താ മൂപ്പര് എന്താ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ലാത്തത്? ടീമിന് വേണ്ടി പൊട്ടത്തരമോ അങ്ങനെ പറയാൻ പാടില്ല. പൊട്ടത്തരൊന്നും പറയാൻ പാടില്ല. എന്താപ്പോ നമ്മളിപ്പോ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാൻ ബേസ് വെറുതെ ഉണ്ടായതല്ല. റൊണാൾഡോക്കുള്ള ഫാൻ ബേസ് വെറുതെ ഉണ്ടായതല്ല. പോർച്ചുഗൽ ടീമിൽ ഇപ്പോൾ ഡിഫൻഡ് ചെയ്യുന്നത് റൊണാൾഡോ. ആ റൊണാൾഡോ ഒരു പ്ലെയറോട് അത് ഈ പ്രാവശ്യം ഞാൻ പറയും, ഈ വേൾഡ് കപ്പിൽ റൊണാൾഡോന്റെ കുറച്ച് മങ്ങിയിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷെ റൊണാൾഡോനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ വേൾഡ് കപ്പ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഈ പറഞ്ഞ തന്നെ ഇപ്പൊ റൊണാൾഡോനെ പെട്ടെന്ന് ഒരു ഓർമ്മ വരുന്ന സാധനം എന്ന് പറയുന്നത് സ്പെയിനായിട്ട് കളിച്ചൊരു 3 ഗോളിന് റൊണാൾഡോ ആ ടീമിന് വേണ്ടി 2016 യൂറോ ടീമിലുണ്ടെങ്കിൽ ആ ടീമിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ പ്രാവശ്യം കോൺഫിഡൻസ് ഇല്ല. ഈ പ്രാവശ്യം ആ ടീം കളിച്ചിക്കണം. വേൾഡിലെ ബെസ്റ്റ് ഞാൻ പറയട്ടെ, തിരിച്ചാണ് വേൾഡിലെ കളി കണ്ട അർജന്റീന ഫാൻസിന് കളി കണ്ട അർജന്റീന ഫാൻസിനോ ഇത് ബാക്കി എല്ലാവർക്കും അറിയാം. റൊണാൾഡോ മാത്രമാണ് ടീമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത്. ബാക്കി വിട്ടീഞ്ഞ സെൽഫിഷ് ആയ ഒരു പ്ലെയർ വേറെ ഇല്ലേ ഫുട്ബോളിൽ. റൊണാൾഡോന്റെ അസിസ്റ്റന്റ് യൂറോപ്പിനെ വെച്ചോ കഴിഞ്ഞ പ്രാവശ്യം മുടി തട്ടിപ്പോയി റൊണാൾഡോ ചാടി ഓർമ്മ റൊണാൾഡോ എന്നെ പറ്റിച്ചിട്ട് പിന്നെ അങ്ങനെ മുടി അതെന്നെ പറഞ്ഞ തട്ടി അച്ഛനായി ഗോൾ സ്വന്തം ടീമിന്റെ ഗോൾ. ഐ മീൻ ടീമിന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ടീം ജയിക്കണം. അല്ലാണ്ട് മെസ്സി ജയിക്കണോ അഗ്വർ ജയിക്കണോ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ടീം ജയിക്കണ്ടേ. പക്ഷെ റൊണാൾഡോ ജയിക്കണം. ഓക്കെ അപ്പൊ ഒരു ഗോൾ ഇതിലിപ്പോ റൊണാൾഡോന്റെ പേഴ്സണല് ഞാൻ അറിയണോണ്ട് പറയണം. റൊണാൾഡോക്ക് അങ്ങനത്തെ ഒരു സംഭവം റൊണാൾഡോക്ക് അങ്ങനത്തെ വിചാരങ്ങളൊന്നുമില്ല. അങ്ങനെ തോന്നലാണ്. വേൾഡ് കപ്പ് ലോക എന്താ പറയാ വേൾഡ് കപ്പ് ചരിത്രത്തില് ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് വെച്ചാല് ഈ പ്രായം കുറഞ്ഞ ഒരാൾ വേൾഡ് കപ്പ് നേടുന്നത് എനിക്ക് തോന്നുന്നു പെലെയാണ്. പ്രായം കുറഞ്ഞ ഒരാള് വേൾഡ് കപ്പ് ഇടുന്നത് പെലെയാണ്. 17-ാം വയസ്സിലിട്ടാണ്. അപ്പോൾ പെലേൻ്റെ ഒരു ഫിലിം കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയെന്ന് വെച്ചാൽ പണ്ട് റേഡിയോ ആയിരുന്നുള്ളത്. പണ്ടത്തെ ടൈമിൽ റേഡിയോ നമുക്ക് കേട്ടിട്ട് അതിൻ്റെ സ്കോർ എന്താണെന്ന് കേട്ട ഒരാളായിരുന്നു പെലേൻ്റെ അച്ഛൻ. ആ ഫിലിമിൽ കണ്ടാണ് ആ ഒരു എന്താ പറയുക ബ്രസീൽ തോക്കുന്ന സമയത്ത് പെലെയുടെ അച്ഛൻ കരഞ്ഞ ആ ഒരു സാധനം ഒക്കെ കൂടി കണ്ടിട്ട് പെലേൻ്റെ ഉള്ളിൽ ആ ഒരു ഫുട്ബോൾ ഇതിഹാസം വളർന്നുകൊണ്ട് ആ വേൾഡ് കപ്പ് നേടുമായിരുന്നു. അപ്പം ആ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരാളെ ആത്മവിശ്വാസത്തിൻ്റെ കീഴിലാണ് ബ്രസീൽ എന്ന് പറഞ്ഞ ടീം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സി അവരൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല പ്ലേയേഴ്സ് ഉണ്ടാകുന്ന ടീം എന്ന് എല്ലാവരും ഇപ്പോഴും അംഗീകരിക്കുന്ന ബ്രസീൽ തന്നെ അല്ലേ? പ്ലേയേഴ്സ് ഉണ്ടായിരുന്ന ടീം ബ്രസീലാണ്. എപ്പോഴും അംഗീകരിക്കുന്ന ടീമാണ് തന്നെ. അപ്പം അവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും പറയുന്നത് 5 കപ്പ് കണ്ടോണ്ട് ഞങ്ങൾ വന്നത് ഒരിക്കലല്ല. ഇത്രയും നല്ല പ്ലേയേഴ്സിനെ കണ്ടിട്ടും ആ പ്ലേയേഴ്സിന്റെ കളി കണ്ടതുകൊണ്ടും മാത്രമാണ് ഞങ്ങൾ ആ ടീമിൽ വരാനും അത് തുടരാനും കാരണം. ഓക്കെ ഇപ്പം നെയ്മർ ആണെങ്കിലും ഇപ്പോൾ പരിക്ക് പറ്റി, എന്നാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അടുത്ത വിനീഷ്യസ് വരും, വിനീഷ്യസ് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത കുട്ടി വരും. അങ്ങനെ ആയിക്കൊണ്ടേ നിൽക്കും. ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, എത്ര പതിറ്റാണ്ടുകളായി ഇവർ പറയുന്ന സാധനം എന്ന് വെച്ചാൽ എന്താണ് ഇപ്പൊ ബ്രാച്ചുകൾ അങ്ങനെ ഒരുപാട് പേരുകൾ ഒരിക്കലല്ല നമ്മളെ റൊണാൾഡോന്റെ പിന്നാലെ ആ ടീമിന്റെ പിന്നാലെ. ഇനിയിപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് കൂട്ടൂല്ല. പക്ഷെ ഈ പ്രാവശ്യം എല്ലാവരും സ്പെയിൻ്റെ അപ്പാണ്. ഇപ്പൊ അടുത്തൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും, അർജന്റീന ഒറ്റക്കും ബാക്കി ഫുള്ള് സ്പെയിന്.
പക്ഷെ സ്പെയിനിന്റെ ഒപ്പം നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിലും ഞങ്ങളെപ്പോഴും സ്പെയിൻ കാരണം ഒറ്റയ്ക്ക് തന്നെ കളിച്ച് ജയിച്ച് പോകുന്ന ആൾക്കാർ. നമുക്ക് പോലെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ജയിക്കും, അത് വേറെ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഹങ്കാരം കിട്ടോ? അതായത് നിങ്ങൾക്ക് ബാക്കിയുള്ളവരെല്ലാവരും ഒറ്റക്കെട്ട്, ഇവര് മാത്രം ഒറ്റക്ക്. അങ്ങനെ അങ്ങനെ ഒരു പരിപാടി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ടീമുകളുണ്ട്, പിന്നെ ഫേവറേറ്റുകളൊക്കെ ഉണ്ട്. അല്ലാതെ അർജന്റീന മാത്രം ഒറ്റക്കെട്ട് ബാക്കിയുള്ള ടീമുകളൊക്കെ നിങ്ങൾക്കെതിരെ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. മെസ്സി സൂപ്പർ, നമ്മളെ റൊണാൾഡോ നടക്കൂല. എല്ലാവർക്കും ഓരോതായിട്ടുള്ള ന്യായങ്ങളും ഓരോ നിലപാടുകളും ഒരു റിയാലിറ്റി. എല്ലാവർക്കും ഈ അടുത്തൊരു മന്ത്രവാദിന്റെ അടുത്ത് പോകണേ മറ്റേ പൊടി ഊതി കഴിഞ്ഞാൽ മെസ്സി വീക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയൊന്നും പറയാനില്ല. ഏതൊരു ടീം വന്ന് പൊടി ഊതി മന്ത്രവാദി ഇതിലൊക്കെ മെസ്സി വീക്കും, മെസ്സി ഗോളടിച്ച് പറഞ്ഞു ഒരു പൊടിയിലും മുക്കൂല. ഇതൊക്കെ അർജന്റീനന്റെ ആൾക്കാർ അതൊക്കെ പറയുന്നത്. നിങ്ങളെ ഫാൻസ് ആയതുകൊണ്ടാണ് നിങ്ങൾ അർജന്റീനയോട് എല്ലാവരും എതിരാകുന്നത്. ജയിക്കണമെന്നുണ്ടെങ്കിൽ പോർച്ചുഗലിന്റെ പ്രാക്കും എല്ലാവരുടെ പ്രാക്കും കിട്ടിയിട്ട് ജയിക്കൂ. അത് അങ്ങനെ ജയിക്കുക. അല്ല ഉള്ള പറയുന്നത് ഇപ്പൊ എന്താ, എല്ലാരും പ്രാർത്ഥന ഇതൊക്കെ കൂടി ആയിട്ടായിരിക്കും ചിലപ്പം സ്പെയിൻ ജയിക്കുക. എന്നാലും അർജന്റീന നമ്മൾ സ്പെയിനെ സപ്പോർട്ട് ചെയ്യല്ല, കാരണം നമുക്ക് വേറെ ടീമില്ല. ഫൈനൽ കളിക്കും, അതുകൊണ്ട് ഓരോ കൂടെ നിൽക്കണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിലപാടില്ലാത്ത ടീമല്ലേ നമ്മള്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ നമുക്ക് ഫൈനല് കഴിഞ്ഞിട്ട് അപ്പൊ കപ്പും കൊണ്ട് ഞങ്ങള് പോവും. ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 5 കപ്പുണ്ട്. ഇതൊരു ഫാൻ ഫൈറ്റായി മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. 2026 വേൾഡ് കപ്പ് ഫൈനല് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ അത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കലാശ പോരാട്ടമായിരിക്കുന്നതിൽ ഒരു സംശയവുമില്ല. മുമ്പ് നടന്ന പോലത്തുള്ള ഫൈനലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റുമുട്ടുന്നത് ടിക്കിടാക്ക തന്ത്രജ്ഞരും വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയും ആയതുകൊണ്ട് അതൊരു മാസ്മരിക ആഘോഷമായിരിക്കുമെന്നതിൽ ഒരു തർക്കമില്ല. വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ഇതേ ടീമുകളുമായിട്ട് നമുക്ക് വീണ്ടും ഒരു തൊള്ളത്തല്ലി നടത്തണം.